ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് മറ്റൊരു വെറൈറ്റി റെസിപ്പി പരിചയപ്പെട്ടാലോ? കോഫി പൂരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. വെറും 3 ടീസ്പൂൺ വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ പൂരിക്കുള്ളത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതെ പോകരുത്. വളരെ ഈസിയായിട്ട് നമുക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ കഴിക്കാൻ സൂപ്പറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകിയത്, അത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഗോതമ്പ് പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു 10-12 ചെറിയ ഉള്ളിയും, ഒരു 4 പച്ചമുളകും, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമ്മളിതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ തേങ്ങയുടെ നനവ് നന്നായിട്ട് ഈ മാവിലുള്ളത് കൊണ്ട് നമുക്ക് 3 ടീസ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് കുഴയ്ക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. ഇടയ്ക്ക് ഒരു 1-2 ടീസ്പൂൺ ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തന്നെ ഈ മാവ് കിട്ടുകയും ചെയ്യും. നമുക്കിത് കണ്ടാലറിയാം, നന്നായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ മുഴുവനും നമുക്കിങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് കാപ്പിയുടെ കൂടെ ഈ പൂരിയും കൂടെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, സൂപ്പറായിരിക്കും. ഒരു കറിയും വേണ്ട, ഒന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഒരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.